ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ റാഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല എളുപ്പത്തിൽ തേങ്ങ അരച്ചൊരു ഈസി ടേസ്റ്റി ആയിട്ടുള്ളൊരു മാന്തൾ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മുറി തേങ്ങ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു തക്കാളി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അരച്ച മിക്സാണിത്. ഇത് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മാന്തൾ, കറി വെക്കാനുള്ള മാന്തൾ മീനാണിത്, താളിക്കാനുള്ള ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 3-4 കുടംപുളി, കറി താളിക്കാനുള്ള വെളിച്ചെണ്ണ. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചട്ടിയിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പൊഴിച്ച് കൊടുക്കാം. ഈ നേരത്തെ നമ്മൾ ഗ്യാസിലേക്ക് വെക്കരുത് കേട്ടോ. ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഗ്യാസിലേക്ക് അരപ്പ് വെക്കാൻ. അരപ്പ് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അരപ്പിലേക്ക് ഒഴിക്കാം. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. പച്ചമുളക് ഇട്ട് കൊടുക്കുക, കുടംപുളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിനി കലക്കി വെച്ച അരപ്പ് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ടിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്, മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉപ്പും പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഈ ടൈമിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും വേപ്പിലയും താളിച്ചൊഴിക്കാം. ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേവിച്ചിറക്കി വെച്ച മീൻ കറിയിലേക്ക് ചേർത്ത് താളിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള മാന്തൾ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ വേണം. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.